D&D rocks. Digimon rocks. D&D rocks. എന്താച്ചാ പ്ലീസ് അച്ഛാ ഒന്ന് പോട്ടെ അച്ഛാ. നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇല്ല ഇല്ല സാരല്ല നീ, അവൻ ആ സിനിമയ്ക്ക് ഒന്നുകൂടെ പോയിക്കോട്ടെ. നമ്മുടെ ടിന്റുമോനല്ലേ. സാധ്യമല്ല. ഒരു സിനിമ ഒരു തവണ കണ്ടാ മതി. അച്ഛൻ പേടിക്കണ്ട, സിനിമ ടൗണിന്ന് മാറി ഇപ്പൊ റീഗൽ ടാക്കീസിലാ കളിക്കുന്നത്. പകുതി ചാർജേ ഉള്ളൂ. ആ കാരണം കൊള്ളാം. എന്നാലും വേണ്ട. നിനക്ക് കഴിഞ്ഞ കണക്ക് പരീക്ഷയ്ക്ക് എത്രയാ മാർക്ക് കിട്ടിയത്? അത് ആദ്യം മോൻ കണക്ക് പരീക്ഷ പാസ്സാവ്, എന്നിട്ടാവാം സിനിമ. അല്ല, നാളെയല്ലേ നിനക്ക് കണക്കിന്റെ ക്ലാസ് ടെസ്റ്റ്? അതിൽ നീ പാസ്സായാൽ നാളെ തന്നെ നിനക്ക് സിനിമയ്ക്ക് പോവാം, ഉറപ്പ്. അങ്ങനെ വേണോ അച്ഛാ? ക്ലാസ് ടെസ്റ്റ് വരും പോകും വീണ്ടും വരും. പക്ഷെ ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് പോയാ പിന്നെ വരില്ല അച്ഛാ. അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? നീ ക്ലാസ് ടെസ്റ്റിൽ കണക്ക് പരീക്ഷയ്ക്ക് പാസ്സായ നിനക്ക് തീർച്ചയായും സിനിമയ്ക്ക് പോവാം. പക്ഷേ എനിക്കത്ര ഉറപ്പ് പോരാ. മോനെ, ക്ലാസ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞോ? ആ കഴിഞ്ഞമ്മേ. അങ്ങനെ ഈ ടൈമിൽ എല്ലാ ടെസ്റ്റും കഴിഞ്ഞല്ലോ, സന്തോഷായില്ലേ? എന്ത് സന്തോഷം! എല്ലാ ടെസ്റ്റും കഴിഞ്ഞെന്ന് വിചാരിച്ച് ഞാൻ സന്തോഷിച്ചു വരികയായിരുന്നു. അപ്പളാ ഉഷ ടീച്ചർ വിളിച്ചു പറയുന്നത് നാളെ ബ്ലഡ് ടെസ്റ്റ് ഉണ്ടെന്ന്. ഞാനാണെങ്കിൽ ബ്ലഡിനെ കുറിച്ച് ഒന്നും പഠിച്ചിട്ടില്ല. എടാ മണ്ട, ബ്ലഡ് ടെസ്റ്റിന് നീ ഒന്നും പഠിക്കണ്ട. നിന്നെ കുത്തി അവർ രക്തം എടുക്കും, എന്നിട്ട് അത് പരിശോധിക്കും. അത്രേ ഉള്ളൂ. എന്നെ കുത്തിയാ ഞാനും കുത്തും. ടിന്റുമോനോടാ കളി. ഓ, ഇവനെ കൊണ്ട്. എടാ, ബ്ലഡ് ടെസ്റ്റിന് നീ പ്രത്യേകം പഠിക്കൊന്നും വേണ്ട. ഓ, ഒരു പ്രത്യേകം പഠിക്കുന്ന ഒരാള്. നിന്റെ കണക്ക് പരീക്ഷയുടെ റിസൾട്ട് എന്തായി? ഓ, എനിക്ക് സിനിമ കാണോ യോഗ ഇല്ല അച്ഛാ. സാരില്ല, അച്ഛൻ വിഷമിക്കണ്ട. ആ സങ്കടം ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ചോളാ. എന്റെ കുറ്റം അല്ല അച്ഛാ. ഈ കണക്ക് എന്ന് പറയുന്നത് ഒരു വൃത്തികെട്ട സബ്ജക്റ്റാ. മീഞ്ഞാന്ന് സാറ് പറഞ്ഞു 5 5 10 എന്ന്. ഇന്നലെ അതേ സാറ് തന്നെയാ പറയുന്നത് 7 3 10 എന്ന്. ഇന്നാ സാറ് വീണ്ടും പറയാ 8 2 10 എന്ന്. എനിക്ക് അങ്ങോട്ട് ചൊറിഞ്ഞു വന്നതാ. ഞാൻ പരീക്ഷ എഴുതാതെ ഇറങ്ങിപ്പോന്നു. മനുഷ്യനായ ആദ്യം വാക്കിന് സ്ഥിരത വേണം. ഓ, അപ്പൊ നീ വീണ്ടും തോറ്റു അല്ലേ? എടാ വിവരദോഷി, അത് കണക്കിന്റെ കുറ്റമോ കണക്ക് മാഷിന്റെ കുഴപ്പമോ അല്ല. ആ പറഞ്ഞത് ശരി തന്നെയാ. എന്തൊക്കെ ആയാലും അച്ഛാ, എനിക്ക് വലുതായ ഒരു കണക്ക് മാഷാവാനാ ആഗ്രഹം. കണക്കിന് നേരാൻ വണ്ണം പാസ്സാവാത്ത നീയാ കണക്ക് മാഷാവാൻ പോകുന്നത്. ഏറിപ്പോയാ നിനക്കൊരു മലയാളം മാഷാവാം. അച്ഛൻ നോക്കിക്കോ, ഞാൻ എങ്ങനെങ്കിലും പഠിച്ചൊരു കണക്ക് മാഷാവും. എടാ, നിനക്ക് കണക്ക് മാഷാവാൻ ഇത്രയും താല്പര്യം എന്താ? ഇംഗ്ലീഷ് മാഷോ മലയാളം മാഷോ ആയ ദിവസം 1 മണിക്കൂറെങ്കിലും വായ കീറി ക്ലാസ് എടുക്കണം. കണക്ക് മാഷായ ക്ലാസ്സിൽ വരും, ഒരു കണക്കിട്ട് തരും, പിന്നെ ഒറ്റ ഉറക്കം. എന്തു സുഖം! ഓ, എനിക്ക് ആ ചാക്കോ മാഷെ കാണുമ്പോ അച്ഛാ കൊതിയാവും.